ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് സുപ്രിയ മേനോൻ അർബൻ നക്സൽ എന്നാണ്. കാരണം BBC-യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് BBC-യുടെ അജണ്ട എന്ന് പറയുന്നത് BJP-ക്കെതിരെയാണ്. അതുകൊണ്ടാണ് ഇത്തരം സിനിമകൾ BJP-ക്കെതിരെയുള്ള സിനിമകൾ നിർമ്മിക്കാൻ ഈ പൃഥ്വിരാജിനും സുപ്രിയ മേനോനും ഒക്കെ ഇത്ര താല്പര്യമെന്നുള്ളത്. ഒരു ഭാഗത്ത് ഇതിൻ്റെ വിതരണക്കാരൻ, രണ്ടാമത് വന്ന വിതരണക്കാരനായ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ആളിൻ്റെ ചിട്ടി കമ്പനിക്ക് നേരെ തമിഴ്നാട്ടിൽ നാളെ പ്രതിഷേധവും പ്രകടനവുമായ ആളുകൾ ഇറങ്ങുകയാണ്. വിവാദങ്ങളിലൂടെ ബിസിനസ്സുകാരാവുക എന്നതാണ്, അല്ലെങ്കിൽ വിവാദങ്ങളിലൂടെ പണമുണ്ടാക്കുക, മാർക്കറ്റിംഗ് തന്ത്രം, അതാണോ എമ്പുരാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, എമ്പുരാനിൽ എപ്പോഴും ഒരു മാർക്കറ്റിംഗ് ഉണ്ട്, ഇത് ബിസിനസ്സാണ് എന്ന് ഇന്നാണ് സുരേഷ് ഗോപി പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അത് സിനിമ ഒരു ബിസിനസ്സാണ്, അതിൻ്റെ പാർട്ടായിട്ടാണ് വിവാദങ്ങളെല്ലാം വരുന്നത്. അതിനപ്പുറത്ത് ഒരു പ്രത്യേക നിലപാടുകളൊന്നും ഇവർക്കൊന്നും ഉണ്ട് എന്ന് നമ്മൾ കരുതേണ്ടതില്ല. അതങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ BJP-യെ സംബന്ധിച്ചിടത്തോളം, RSS-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായിട്ടുള്ള ചില രാഷ്ട്രീയ അജണ്ടകളുണ്ട്. അത് ഇതേപോലെയുള്ള വിവാദ സിനിമകൾ വരുന്ന സമയത്ത് അതൊന്ന് അടിച്ചുറപ്പിക്കുക എന്നാണ് അവരാഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ബി ഗോപാലകൃഷ്ണൻ സുപ്രിയ മേനോൻ ഒരു അർബൻ നക്സലാണെന്ന് പറഞ്ഞു. കേരളത്തിൽ അങ്ങനെ അർബൻ നക്സൽ എന്ന് പറഞ്ഞ പ്രയോഗം തന്നെ കാര്യമായിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമ്മളുടെ അർബൻ നക്സൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നഗരത്തിൽ താമസിച്ച് നഗരവാസികളുടെ ഇടയിൽ നക്സലിസം പ്രവർത്തിപ്പിക്കുന്നതായിട്ടുള്ള ആളുകൾ എന്നുള്ളതാണ് അർബൻ നക്സൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നക്സൽ ബാരി എന്ന് പറയുന്നത് ബംഗാളിലാണ്. നക്സൽ ബാരി കലാപം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് തന്നെ CPM-നകത്തുള്ള പൊട്ടിത്തെറിയുടെ ഭാഗമായിരുന്നു. CPM-ന് വിപ്ലവം പോരാ എന്ന് പറഞ്ഞാണ് നക്സൽ ബാരി മൂവ്മെൻ്റ് അവിടെ ഉണ്ടാകുന്നത്. മാത്രമല്ല, അവിടെയുള്ള കാർഷിക പ്രദേശങ്ങളിലെ കർഷകർ ഭൂമി പിടിച്ചെടുക്കുകയും അത് കർഷകർക്ക് വിതരണം ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിൽ നക്സലിസം ആരംഭിക്കുന്നുള്ളതായിരുന്നു നമുക്കറിയാം. ആ നക്സലിസം കേരളത്തിലൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച ചൈനയുടെ ചെയർമാൻ, ഞങ്ങളുടെ ചെയർമാൻ എന്നൊക്കെയായിരുന്നു അന്ന് മാവോസെത്തും ഇങ്ങനെ ഈ നക്സൽ ബാരികൾ വിശേഷിപ്പിച്ചിരുന്നത്. ആ നക്സലിസം പല സ്ഥലത്തുമായിട്ട് സ്പ്രെഡ് ചെയ്ത് പിന്നെ ഇപ്പോൾ ഏതാണ്ട് തീരെ ഇല്ലാതായി. അപ്പോൾ ഈ നക്സൽ ബാരി എന്ന് പറയുന്ന മൂവ്മെൻറ്റ് ഗ്രാമങ്ങളിലാണ് ഉണ്ടായതെങ്കിൽ പോലും പിന്നീട് അത് ഇരിപ്പുറപ്പിച്ചത് നഗരങ്ങളിലാണ്. അങ്ങനെ നഗരങ്ങളിൽ നക്സലിസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകളാണ് അർബൻ നക്സൽ എന്ന നിലക്ക് BJP മുദ്രയടിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പ്രധാനമായിട്ട് അമിത്ഷായുടെ ഒരു പ്രയോഗമായിരുന്നു. ആ പ്രയോഗം ഉണ്ടാകുന്നത് JNU-മായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രക്രിയകളുടെ ഇടയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഗോപാലകൃഷ്ണൻ അത് കേരളത്തിൽ നിന്ന് പ്രയോഗിച്ച് നോക്കുകയാണ്. അതല്ലാണ്ട് അതിനകത്ത് ഒരു പ്രസക്തിയുമില്ല. ഗോപാലകൃഷ്ണൻ വെറുതെ ചുമ്മാ ഒരു സാധനം അടിക്കുന്നത് അമിത്ഷാ ഉപയോഗിച്ച ഒരു പ്രയോഗമാണല്ലോ, അത് കേരളത്തിലങ്ങ് ഉറപ്പിക്കാം എന്ന് കരുതിയാണ്. ഈ നമ്മളുടെ സുപ്രിയ മേനോന് എന്ത് ബന്ധം നക്സലിസമായിട്ട്? ഒരു ബന്ധമില്ലായിരിക്കും. അവരങ്ങനത്തെ ഒരു പ്രത്യയശാസ്ത്രത്തിൽ ആകൃഷ്ടയാണ് എന്ന് പറയുന്നതിലും അർത്ഥമില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഗോപാലകൃഷ്ണൻ്റെ ഒരു കുസൃതി ആയിട്ട് അതിനെ കണക്കാക്കാം. ഈ ഗോകുലം ഗോപാലൻ്റെ ചിട്ടി കമ്പനികൾക്ക് നേരെ ഒന്നും അറിയാത്തൊരു പാവം ലൈക്ക് മാറിയപ്പോൾ അദ്ദേഹം വന്ന് പെട്ടുപോയതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇതിന്റെ സ്ക്രിപ്റ്റ് ചിലപ്പോൾ അദ്ദേഹം കണ്ടു കാണില്ല, പ്രിവ്യൂ ഷോ അദ്ദേഹം കണ്ടു കാണില്ല. ഇനി കണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ അദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലായി കാണില്ല, ഇവരുടെ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് ചിട്ടി കമ്പനിക്ക് നേരെയൊക്കെ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഉണ്ട്. അയാളെ ഭയപ്പെടുത്താം, അയാളിൽ നിന്ന് പണം വാങ്ങാം, ഇഷ്ടം പോലെ സംഭാവന വാങ്ങാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെയാണല്ലോ പല ഘട്ടങ്ങളിലും ചെയ്യുന്നത്. സൗകര്യം കിട്ടുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സമ്പന്നരുടെ കൊങ്ങക്ക് കയറി പിടിക്കും. വിടറാ പിടി എന്ന് പറഞ്ഞ് അതിന് ഒരു കാശ് കൊടുക്കും. അപ്പോൾ സംഭാവന വാങ്ങാൻ നല്ലൊരു സൗകര്യമാണ് ഈ അവസരം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കൂടുതലായിട്ട് അതൊക്കെയാണ് അതിൻ്റെ രാഷ്ട്രീയം. അങ്ങനെയാണ് അതിനെ വിലയിരുത്തുകയും ചെയ്യേണ്ടത്. അതല്ലാണ്ട് ഈ ചിട്ടി കമ്പനി പൂട്ടും, നിന്നെ ശരിപ്പെടുത്തും, നിൻ്റെ എല്ലാ പരിപാടികളും ഞങ്ങൾ അവസാനിപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ ഗോകുലം പോയി തൊഴും. അയ്യോ, ഒന്നും ചെയ്യല്ലേ, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ തരാം. ഇത് ഒരുതരം നക്സലിസമാണ്. കാരണം നക്സലുകൾ പലപ്പോഴും വലിയ മുതലാളിമാരെ ഭീഷണിപ്പെടുത്തി ഫണ്ട് വാങ്ങിച്ചാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നത്. അതേപോലത്തെ ഒരു പ്രവൃത്തിയായിട്ട് ഇത് മാറിത്തീരും എന്നേ നമുക്ക് കണക്കാക്കേണ്ട കാര്യമുള്ളൂ. കേരളത്തിൽ പക്ഷേ അങ്ങനെ അദ്ദേഹത്തിന്റെ ചിട്ടി കമ്പനി കേരളത്തിൽ പറച്ചിലുകൾ മാത്രമേ ഉള്ളൂ, പ്രവൃത്തി തുടങ്ങിയിട്ടില്ല. അധികം താമസിക്കാതെ പിന്നെ പറഞ്ഞ ഉടനെ 17 തവണ കട്ട് ചെയ്തത് കൊണ്ട് പ്രവൃത്തിയിലേക്ക് ഇവിടെ ഉള്ളവർ കടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ ഇതൊരു വിവാദമാകാൻ സാധ്യതയുണ്ട്
എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കില്ലേ? അല്ല, ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങനെ പ്രകടമായിട്ട് ഇതിനകത്ത് അവതരിപ്പിക്കുന്നില്ലല്ലേ. ഇതിനകത്ത് ഇതിങ്ങനെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് പക്ഷേ ഇന്നതാണത് എന്ന് പറയാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ആ രീതിയിൽ പിന്നെ അതിന് അർത്ഥമുണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞ് അർത്ഥമുണ്ടാക്കി അതിനെ അങ്ങനെ ആക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതങ്ങനെ ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള സൂചനകൾ അതിനകത്ത് കൃത്യമായിട്ട് കിടക്കുന്നുണ്ട് തന്നെ. സിനിമകളുടെ ഒരു പ്രത്യേകത എപ്പോഴും അത് തന്നെയാണ്. അതിനെ ഈ പരോക്ഷമായ സൂചനകളിലൂടെ യാഥാർത്ഥ്യത്തിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ സിനിമയ്ക്ക് BJPക്ക് അനുകൂലമായിട്ടും എതിരായിട്ടും ഇതിനെ ആശയപ്രചരണം നടത്താനായിട്ട് കഴിയുന്നു. ഒന്ന്, ഗുജറാത്ത് കലാപത്തെ അത് വീണ്ടും തിരികെ കൊണ്ടുവരികയും ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് BJP അതിഭീകരമായിട്ടുള്ള രീതിയിൽ ഈ ഗർഭിണികളെയും സ്ത്രീകളെയൊക്കെ അവിടെ ഉപദ്രവിച്ചു എന്ന് പറയുന്നതായിട്ടുള്ള സന്ദേശത്തെ, വിവാദത്തിനിടയിൽ ചർച്ചയൊക്കെ നടക്കുമ്പോൾ അതാണല്ലോ വരുന്നത്, ആ സംഭവം വരുന്നുണ്ട്. പിന്നെ ഗോദ്രയിൽ നടന്ന തീവെപ്പ് എന്ന് പറയുന്ന സാധനം മുസ്ലിങ്ങളാണ് അത് കത്തിച്ചത് എന്നുള്ളതും, അതല്ല മുസ്ലിങ്ങളുടെ പേരിൽ മോദി തന്നെയാണ് ആ തീവണ്ടി കത്തിച്ചത് എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ, ഇതൊക്കെ ഇതിൻ്റെ ഉപോൽപ്പന്നങ്ങളാണ് ശരിക്കും പറഞ്ഞത്. സിനിമ എമ്പുരാൻ എന്നും പറഞ്ഞു പോയി. പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ ഉള്ള ആളുകൾക്ക് ഇതെല്ലാം ഈ രീതിയിൽ ചർച്ച ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നുകയും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മോദിക്കെതിരായിട്ടുള്ളവർ ആണ് മോദിയുടെ ശുപാർശ പ്രകാരമോ അല്ലെങ്കിൽ ആസൂത്രിതമായിട്ടുള്ള നീക്കത്തിൻ്റെ ഫലമായിട്ട് ഹിന്ദുക്കൾ തന്നെയാണ് ആ തീവണ്ടി കത്തിച്ചതെന്നും പറഞ്ഞിട്ടുള്ള ഒരു വാദം ഇറക്കി വിടുന്നത്. അതേ സമയത്ത് അവർക്കെതിരായിട്ടുള്ള രാഷ്ട്രീയം പറയുന്നവർ ഇത് മുസ്ലിങ്ങളാണ് ഈ ഹിന്ദുക്കളെ മുഴുവൻ ജീവനോടെ ഇതിനകത്തിട്ട് ചുട്ടുകൊന്നത്. അതിന് പകരമായിട്ടാണ് ഗുജറാത്ത് കലാപം ഉണ്ടായത്. ഗുജറാത്ത് കലാപത്തിൽ അതിൻ്റെ സാധാരണ രീതിയിൽ എല്ലാ മനുഷ്യത്വത്തിൻ്റെയും പരിമിതികളൊക്കെ ലംഘിച്ചുകൊണ്ട് അതിഭീകരമായിട്ടുള്ള രീതിയിൽ പൈശാചികമായ പ്രവർത്തനം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഗർഭിണികൾക്കൊക്കെ എതിരെ ഉണ്ടായി എന്ന് പറയുന്നത് ഇതെല്ലാം ചർച്ചയിൽ വരികയാണ് ചെയ്തത്. എല്ലാ സാധനങ്ങളും അതിനകത്ത് വീഴുകയാണ് ചെയ്തത്. അതുകൊണ്ട് അനുകൂലവും പ്രതികൂലമാണ്. ഇപ്പോൾ BJP വിചാരിക്കുന്നുണ്ടാവും അത് പൂർണ്ണമായിട്ടും അവർക്ക് അനുകൂലമാണ്. BJP ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ട് 17 കഷ്ണങ്ങൾ മുറിച്ചു മാറ്റി. പക്ഷേ അത് മാത്രമല്ല അതുകൊണ്ട് സംഭവിച്ചത്. ഈ സംഭവങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് ഇത് നിർമ്മിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അനുകൂലമായിട്ടുള്ള ആളുകൾ BJPക്ക് അനുകൂലമായിട്ടുള്ള ആളുകൾ BJPക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള ചർച്ച നയിച്ചു. BJPക്ക് എതിരായിട്ടുള്ള ആളുകൾ BJPക്ക് എതിരായിട്ടുള്ള ചർച്ചയും നയിച്ചു. അങ്ങനെ ഇരുപക്ഷവും അപ്പുറത്തും നിന്ന് ചർച്ച ചെയ്യുന്ന ഒരു സംഭവമായിട്ട് മാറി. ഇതിനിടയിൽ സുരേഷ് ഗോപി പറഞ്ഞ പോലെ അതൊരു ബിസിനസ്സാണ്. ആ ബിസിനസ് നന്നായിട്ട് തഴച്ചു വളരുകയും ചെയ്തു അല്ലേ. 200 കോടി ക്ലബിലൊക്കെ എത്താൻ വളരെ കുറച്ച് സമയം വേണ്ടി വന്നുള്ളൂ. വിവാദങ്ങളില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഈ അടുത്തെങ്കിലും എത്തൂലായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവരൊക്കെ വലിയ ദീർഘവീക്ഷണത്തോടുകൂടി ബിസിനസ് നടത്തുന്നവരാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ വിവാദം ഉണ്ടാകുമെന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊക്കെ മുറിച്ചു മാറ്റി സമാശ്വസിപ്പിക്കാമെന്നും, അപ്പോൾ അനുകൂലമായിട്ടുള്ളവരും കയറും എതിരായിട്ടുള്ളവരും കയറും, അങ്ങനെ കച്ചവടം നടക്കാമെന്നൊക്കെ. അല്ലാണ്ട് ഇതിൻ്റെ അകത്തൊരു പ്രത്യയശാസ്ത്ര യുദ്ധമൊന്നും ഇതിൻ്റെ അകത്തില്ലല്ലോ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം ഇതിൻ്റെ അകത്തില്ല, ഒന്നുമില്ല.